Good morning, students. Today we are discussing about optical communications. Uh, we can discuss the introduction to optical communication. Okay, so optical communication എന്ന കോഴ്സിൻ്റെ ടെക്സ്റ്റ് ബുക്സ് ആണ് ഓക്കെ ടെക്സ്റ്റ് ബുക്സ് അതിൽ ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ ഗീഗർ ഇതെല്ലാം ടെക്സ്റ്റ് ബുക്സും കുറച്ച് റെഫറൻസ് ബുക്സും ആണ് okay. Then next, this is our syllabus for optical communication module 1, general light wave system. What is light and light wave system? General light wave system, advantages, classification, then what's fibers, then types of fiber, refractive index profiles, mode theory, then linear and non-linear effects of fibers, the group velocity, etc. These are the and doses also, of course, different doses in a fiber. These are the contents in our first module. So we can now move to our introduction part. Okay, before we are going to the syllabus, we have to understand about what is optical communication and what are the medium used for optical communication, etc. Okay, now everyone know what is communication. Communication, what is communication? Communication is nothing but it's transfer of information from one point to another. Okay. Now, this is the structure of a communication system. Or communication system structure. First, there should be an information source. Right? Then next, there should be a transmitter, then a transmission medium. Then at the receiver, there is some equipments to receive the data that we are transmitting. And at the destination, the data will be reached at the destination. Okay. Okay, these are the basic block diagram of a communication system. അതായത് ഒരു സോഴ്സ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു അല്ലെ, അപ്പോൾ ഞാനാണ് സോഴ്സ്. ഈ സോഴ്സിൽ നിന്ന് വരുന്ന ഇൻഫോർമേഷൻസ് എന്ന ഡാറ്റാസ് ഒരു ട്രാൻസ്മിറ്റർ വഴി അതിനിടയിൽ നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അല്ലെ. ഈ ഡാറ്റ പറഞ്ഞാൽ എന്താ, ഓഡിയോ ആണ്. ഈ ഓഡിയോനെ നമ്മൾ കൺവേർട്ട് ചെയ്യണം, അത് ഇലക്ട്രിക്കൽ സിഗ്നൽ ആണ്, അതിനെ ഡിജിറ്റൽ സിഗ്നലായി കൺവേർട്ട് ചെയ്തിട്ട് വേണം നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യാൻ, എക്സെട്ര അത് വേറെ കാര്യം. ഓക്കെ, അപ്പോൾ ഈ ഡാറ്റയാണ് നമ്മൾ എന്ത് ചെയ്യാണ്, ട്രാൻസ്മിറ്റർ യൂസ് ചെയ്തിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യും. എന്നിട്ട് ഒരു മീഡിയത്തിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്തിട്ട് അത് എവിടെ എത്തും, റിസീവറിലെത്തും. എന്നിട്ട് നമുക്ക് വേണ്ട ഡെസ്റ്റിനേഷനിലോട്ട് നമുക്ക് എന്താ എത്തിച്ചു കൊടുക്കാം. ദാറ്റ് ഈസ് വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ എ കമ്മ്യൂണിക്കേഷൻ പ്രൊസീജിയർ. ഓക്കെ, ഒരു ഗുഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, ഫോർ എ ഗുഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം യു ഹാവ് ദ ഫോളോയിങ് തിങ്സ്. ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ബെറ്റർ ആണ്. ഗുഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്ന് പറയുമ്പോൾ അതിൽ രണ്ട് കാര്യങ്ങൾ മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യണം. ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ ഈസ് ബാൻഡ്വിഡ്ത്ത്. High bandwidth consider ചെയ്യണം. And also signal to noise ratio by noise power ratio. Signal power ratio by noise it will be high. SNR will be high. Bandwidth എന്ന് പറഞ്ഞാൽ എന്താ, അതായത് നമ്മുടെ നമ്പർ ഓഫ് ഇൻഫോർമേഷൻസ് ആ ഒരു ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ അതിൽ കൊള്ളുന്ന ആ ഒരു സ്പേസ് ആണ് എന്ത്, ബാൻഡ്വിഡ്ത്ത്. അതിന്റെ കപ്പാസിറ്റി എന്താണ്, മാക്സിമം ആവണം. ഓക്കെ, അതുപോലെ തന്നെ ബാൻഡ്വിഡ്ത്ത് അതുപോലെ തന്നെ ഫ്രീക്വൻസി നമുക്ക് ജസ്റ്റ് പ്രൊപ്പോർഷണൽ ആണ്. ഓക്കെ, ജസ്റ്റ് ബാൻഡ്വിഡ്ത്ത് ആൻഡ് ഫ്രീക്വൻസി ഇസ് അപ്രോക്സിമേറ്റ്ലി പ്രൊപ്പോർഷണൽ. യൂസ് ഓഫ് ഹയർ ഫ്രീക്വൻസി ഫെസിലിറ്റേഴ്സ് ലാർജർ ബാൻഡ്വിഡ്ത്ത്. അപ്പോൾ ഹയർ ഫ്രീക്വൻസി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഡാറ്റാസ് ട്രാൻസ്മിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് അവിടെ ബാൻഡ്വിഡ്ത്ത് ഇൻക്രീസ്ഡ് ആവും. ഓക്കെ, സോ ഹയർ ഫ്രീക്വൻസിയായിട്ട് ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതാണ് ഒന്നും കൂടി ബെറ്റർ. ഓക്കെ, ഇനി ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷന്റെ കേസ് വരികയാണെങ്കിൽ, ഓക്കെ ഞാൻ പറഞ്ഞു ജസ്റ്റ് നോർമൽ കമ്മ്യൂണിക്കേഷനെ കുറിച്ച് പറഞ്ഞു. അനലോഗ് കമ്മ്യൂണിക്കേഷൻ, ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ ഒക്കെ വരുന്നു. വാട്ട് ഇസ് ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ? Optical communication is nothing but transfer of data in the form of light through an optical fiber. ഒരു ഒപ്റ്റിക്കൽ ഫൈബറിനകത്തിലൂടെ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് എന്ത്, ഒപ്റ്റിക്കൽ ഫൈബർ. ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ പറയാം, ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ പറയുമ്പോൾ നമ്മുടെ ഡാറ്റാസ് ലൈറ്റിന്റെ ഫോമിലോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതാണ്. ഇൻ ദ ഫോം ഓഫ് ലൈറ്റ് ഫൈബറിലൂടെ ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതാണ് ഒപ്റ്റിക്കൽ ഫൈബർ communication. Okay, then next, the bandwidth of an optical frequency is expected to be 3 to 4 order of magnitude higher than that of the microwave frequency. Okay, അതായത് നമ്മുടെ ബാൻഡ്വിഡ്ത്ത് ഇൻക്രീസ് ചെയ്യണമെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഫ്രീക്വൻസി ഹയർ ഫ്രീക്വൻസി യൂസ് ചെയ്താൽ നമ്മുടെ ബാൻഡ്വിഡ്ത്ത് കൂടും അല്ലെ. ഹയർ ഫ്രീക്വൻസീസിലാണ് നമ്മൾ ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യണമെങ്കിൽ ബാൻഡ്വിഡ്ത്ത് കൂടും.
ഓക്കെ, അപ്പൊ ഇവിടെ ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷന്റെ കേസിൽ നമ്മൾ മൈക്രോവേവ് ഫ്രീക്വൻസി ഇതിലാറെ 3 to 4 ഓർഡർ, അതായത് 3 to 4 ഓർഡർ ബെറ്റർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഓർഡർ ഗ്രേറ്റർ ആണ് നമ്മൾ ഒപ്റ്റിക്കൽ ഫ്രീക്വൻസി യൂസ് ചെയ്യുന്നത്. അതായത് മൈക്രോവേവ് ഫ്രീക്വൻസിനെ കമ്പയർ ചെയ്യുമ്പോൾ 3-4 ടൈംസ് ഗ്രേറ്റർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഒപ്റ്റിക്കൽ ഫ്രീക്വൻസീസ്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മുടെ ഒപ്റ്റിക്കൽ ഫ്രീക്വൻസീസ് എന്ന് പറയുമ്പോൾ ഈ ഒപ്റ്റിക്കൽ ഫ്രീക്വൻസി യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലാർജ് ഡിസ്റ്റൻസിലോട്ട് നമുക്ക് ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത്രയാണ് പറയുന്നത്. അപ്പോൾ ഇൻ ദ ഫോം ഓഫ് ലൈറ്റ് ആണ് ഇവിടെ ഇൻഫോർമേഷൻ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷനിൽ. പിന്നെ ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ മെയിൻ ആയിട്ട് പറയുന്നത് നമ്മുടെ ഒരു ഫൈബർ, ഒപ്റ്റിക് ഫൈബർ യൂസ് ചെയ്തിട്ട്, അതാണ് നമ്മുടെ ട്രാൻസ്മിഷൻ മീഡിയം. ഇതിലൂടെയാണ് നമ്മൾ ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ മൈക്രോവേവ് ഫ്രീക്വൻസിൻ്റെ ഒരു 3-4 ഡബിൾ ആണ്, 3-4 ഓർഡർ ഗ്രേറ്റർ ആണ്, ഹയർ മാഗ്നിറ്റ്യൂഡ് ഫ്രീക്വൻസിയാണ് നമ്മൾ ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷനിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതൊരു ഫ്രീക്വൻസി സ്പെക്ട്രം ആണ്, ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം ആണ്. ഓക്കെ, low frequency, very medium frequency, very high frequency, very low frequency, medium frequency, high frequency, very high frequency, ultra high frequency, then extreme high frequency വരെ, super high frequency, extreme high frequency. ഇതാണ് നമ്മുടെ ഫ്രീക്വൻസി റേഞ്ച്. സി, ഒപ്റ്റിക്കൽ ഫൈബറിന്റെ ഫ്രീക്വൻസി റേഞ്ച് നോക്കുക, 10⁻14 to 10⁻15 ആണ് ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഫൈബർ ക്യാരി ചെയ്യുന്ന ഫ്രീക്വൻസി റേഞ്ച്. അപ്പൊ ഫ്രീക്വൻസി കൂടിയാൽ നമുക്കറിയാം ബാൻഡ് വിഡ്ത്ത് കൂടും. അതായത് ബാൻഡ് വിഡ്ത്ത് പറയുമ്പോൾ വേവ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ്, ബാൻഡ് വിഡ്ത്ത്, അതായത് നമ്മൾ ഈ ഫ്രീക്വൻസി കൂടുമ്പോൾ ഇൻഫോർമേഷൻസ് ഉള്ള കപ്പാസിറ്റി കൂടും അല്ലെ, അപ്പോൾ ബാൻഡ് വിഡ്ത്ത് കൂടും. അതുകൊണ്ട് തന്നെ നമുക്ക് ലോങ് ഡിസ്റ്റൻസിലും ഈ ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻസ് യൂസ് ചെയ്യാം. ഇപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലാവും, നമ്മൾ പണ്ട് കമ്മ്യൂണിക്കേഷനിൽ ട്വിസ്റ്റഡ് പെയർ കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ ആ ട്വിസ്റ്റഡ് പെയർ കമ്മ്യൂണിക്കേഷന്റെ ഫ്രീക്വൻസി റേഞ്ച് എന്ന് പറയുമ്പോൾ 10⁻8 വരെയാണ്. ഓക്കെ, 10⁻8, 10⁻2 to 10⁻8 ഹേർട്സ് ഫ്രീക്വൻസിയാണ്. ഇതിന്റെ ഹേർട്സിലാണ് അത് കൊടുക്കുന്നത്, ട്വിസ്റ്റഡ് പെയർസ്. അതുപോലെ തന്നെ പിന്നെ കേബിൾ, കോആക്സിയൽ കേബിൾ യൂസ് ചെയ്തിട്ട് കമ്മ്യൂണിക്കേഷൻ പ്രൊവൈഡ് ചെയ്തിരുന്നു. അത് അപ് ടു 10⁻9 വരെയുള്ളൂ. പിന്നെ അത് AM റേഡിയോ, അതിന്റെ ഫ്രീക്വൻസി റേഞ്ച് 10⁻6 to 10⁻7 ഈ റേഞ്ചിൽ. അതുപോലെ തന്നെ FM റേഡിയോന്റെ ഫ്രീക്വൻസി റേഞ്ച്. പിന്നെ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷന്റെ ഫ്രീക്വൻസി റേഞ്ച് അൾട്രാ ഹൈ ഫ്രീക്വൻസി ടു എക്സ്ട്രീം ഹൈ ഫ്രീക്വൻസി വരെയാണ്. ഓക്കെ, ട്രാൻസ്മിഷൻ ടെറസ്ട്രിയൽ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷന്റെ റേഞ്ച്. അതുപോലെ തന്നെ മൈക്രോവേവ് റഡാർ കമ്മ്യൂണിക്കേഷൻ റേഞ്ച് ആണ് ഇത്ര. പിന്നെ ലേസർ കമ്മ്യൂണിക്കേഷൻ റേഞ്ച്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അപ്പൊ ഏറ്റവും തീർന്ന ഫ്രീക്വൻസി കൂടുതലായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷനിലാണ്. വിസിബിൾ ലൈറ്റിന്റെ ഈ ഒരു ഫുൾ കവറേജിൽ തന്നെ ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷനാണ് ഏറ്റവും ഫ്രീക്വൻസി കൂടുതൽ. അപ്പൊ ഫ്രീക്വൻസി കൂടുതലുള്ള കമ്മ്യൂണിക്കേഷനാണ് ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ. അതുപോലെ തന്നെ ബാൻഡ് വിഡ്ത്ത് ഹയർ ആണ്. അതുപോലെ തന്നെ ബാൻഡ് വിഡ്ത്ത് ഹയറും ഫ്രീക്വൻസി കൂടുതലുള്ളത്, അത് ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്മിഷന് ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട് എന്ത്, ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, ട്രാൻസ്മിഷൻ മീഡിയ ആൾട്ടർനേറ്റീവ് ടു ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ അല്ലാതെ ഇപ്പൊ നമ്മളിവിടെ മീഡിയ ഓഫ് ട്രാൻസ്മിഷൻ എന്താ, ഒരു ഇൻഫർമേഷൻ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിന്റെ മീഡിയ ആണ് എന്ത്, ഫൈബർ ഒപ്റ്റിക്സ്. ഈ ഫൈബർ ഒപ്റ്റിക്സിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ പറയാം അല്ലെ. ഈ ഫൈബർ ഒപ്റ്റിക്സിലൂടെ കൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ. ഇനി ഇതിന്റെ മുന്നേ വന്നിട്ടുള്ള കുറെ കമ്മ്യൂണിക്കേഷൻസ് ആണ്, മീഡിയാസ് ആണ്, അൾട്ടർനേറ്റീവ് മീഡിയാസ് ആണ്. ട്വിസ്റ്റഡ് പെയർ, ഞാൻ നേരത്തെ പറഞ്ഞു, കോആക്സിയൽ കേബിൾ, മൈക്രോവേവ് ലിങ്ക്, സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ഒക്കെ എക്സെട്ര. ഇവർ ഈ ട്വിസ്റ്റഡ് പെയറും കോആക്സിയൽ പെയറൊക്കെ നമ്മൾ ഷോർട്ട് ലെങ്ത്, അതായത് ഇവിടെ പറഞ്ഞിട്ട് ഫസ്റ്റ് ടു മീഡിയ ഹാവ് വെരി ലിമിറ്റഡ് ബാൻഡ്വിഡ്ത്ത് ആണ്. അത് മാത്രമല്ല അത് കമ്മ്യൂണിക്കേഷൻ ഷോർട്ട് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷനിലാണ് അവരൊക്കെ യൂസ് ചെയ്തിരുന്നത്. ട്വിസ്റ്റഡ് പെയറും കോആക്സിയൽ കേബിളുകളൊക്കെ നമുക്കറിയാം ഒരു ഷോർട്ട് കമ്മ്യൂണിക്കേഷനിലാണ് യൂസ് ചെയ്യുക, ഷോർട്ട് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷൻ. പക്ഷെ നമ്മുടെ ഈ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ഒക്കെ ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷനിലാണ്. നമുക്കറിയാം ഇവിടുന്ന് ഡാറ്റ പാസ് ചെയ്യുന്നതും തിരിച്ചു വരുന്നതൊക്കെ ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷനിലാണ് നമ്മൾ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നത്. മൈക്രോവേവ് ലിങ്ക് satellite communication has comparatively bandwidth as in principle their mode of operation same, but the spatial reach of service far greater. മൈക്രോവേവിന്റെ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ബാൻഡ്വിഡ്ത്ത് ഒക്കെ കമ്പാരിറ്റീവ്ലി ഈക്വൽ ആണ്. പക്ഷെ അതിന്റെ ആപ്ലിക്കേഷൻ അനുസരിച്ച് നമ്മൾ അത് യൂസ് ചെയ്യുന്നത് ചേഞ്ച് ചെയ്യും. ഓക്കെ, മൈക്രോവേവ് ലിങ്ക്സ് ആൻഡ് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ കമ്പയർ ഓക്കെ. ദെൻ നെക്സ്റ്റ് നമ്മൾ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ
ഓക്കെ. പിന്നെ നമ്മൾ എന്താ പറയുന്നത് വെച്ചാൽ ഈ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷനെ നമ്മൾ റീപ്ലേസ് ചെയ്തിട്ടാണ് നമ്മൾ റീപ്ലേസ് ചെയ്യല്ല. സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു പണ്ട് ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്തിരുന്നത്. പക്ഷെ ഇപ്പോൾ ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷന് വേണ്ടി യൂസ് ചെയ്യാം. ഓക്കെ. ഇനി ഈ ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ എന്ന് നമുക്കറിയാം, ലൈറ്റ് information in the form of light is passes from one place to another place through a medium called optic fiber. ഈ ഫൈബറിന് അകത്തിലൂടെയാണ് എന്ത് ഇൻഫർമേഷൻ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഈ ലൈറ്റിന്റെ ട്രാൻസ്മിഷനെ കുറിച്ച് നമുക്ക് പഠിക്കണം. അതുപോലെ തന്നെ ഫൈബർ ഒപ്റ്റിക്, ഈ ഒപ്റ്റിക്കൽ ഫൈബർ എന്നുള്ള ആ ഒരു മീഡിയത്തിനെ കുറിച്ച് നമുക്ക് പഠിക്കണം. ഓക്കെ. ആദ്യം ലൈറ്റ് പ്രൊപ്പഗേഷൻ നമുക്ക് നോക്കാം. The transmission of light along the optical fiber follows two theories. ഈ ലൈറ്റ് ഫൈബറിന്റെ അകത്തൂടെയാണ് പോകുന്നത് അല്ലെ. ഈ ലൈറ്റിന്റെ ട്രാൻസ്മിഷന് രണ്ട് തിയറി ബേസ്ഡ് ആണ്. അതാണ് ഫസ്റ്റ് തിയറി റേ തിയറി, സെക്കൻഡ് തിയറി ഇസ് മോഡ് തിയറി. ഈ റേ തിയറിന്റെ മോഡ് തിയറിന്റെ ബേസിലാണ് ഇവിടെ ലൈറ്റ് ട്രാൻസ്മിഷൻ നടക്കുന്നത്. ഓക്കെ. വാട്ട് ഈസ് റേ തിയറി? ദിസ് തിയറി ഡിസ്ക്രൈബ്സ് ലൈറ്റ് ആസ് എ സിമ്പിൾ റേ. ഈ റേ തിയറി ആണ് ഒരു ലൈറ്റിന് ഒരു റേ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. റേ തിയറി ഇസ് യൂസ്ഡ് ടു അപ്രോക്സിമേറ്റ് ദ ലൈറ്റ് ആക്സെപ്റ്റൻസ് ആൻഡ് ഗൈഡൻസ് പ്രോപ്പർട്ടീസ് ഓഫ് ദ ഒപ്റ്റിക്കൽ ഫൈബർ. ഈ റേ തിയറി എങ്ങനെയാണ് നമ്മൾ എന്തിന്റെ ബേസിലാണെന്ന് വെച്ചാൽ, ഈ ഒപ്റ്റിക്കൽ ഫൈബർ എന്നാൽ അതിന് കുറച്ച് ആക്സെപ്റ്റൻസും ഗൈഡൻസ് പ്രോപ്പർട്ടി ഉണ്ട്. അതായത് കുറച്ച് റേകൾ ആക്സെപ്റ്റ് ചെയ്യാനുള്ള പ്രോപ്പർട്ടിയും ആ കുറച്ച് റേ അതുപോലെ തന്നെ ഗൈഡ്, അത് എങ്ങനെയാണ് പ്രോപ്പർ ഗൈഡൻസ് ഒക്കെ ഒപ്റ്റിക്കൽ ഫൈബറിന്, അതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ റേ തിയറിയിൽ പറയുന്നത്. ഈ ഒപ്റ്റിക്കൽ ഫൈബറിലൂടെ 3 ടൈപ്പ് ഓഫ് റേസ് ആണ് പാസ് ചെയ്യുന്നത്. അതാണ് 3 ടൈപ്സ്: മെറീഡിയണൽ റേസ്, സ്ക്യൂ റേസ് ആൻഡ് ആക്സിയൽ റേസ്. മെറീഡിയണൽ റേസ്, സ്ക്യൂ റേസ് ആൻഡ് ആക്സിയൽ റേസ്. ഈ റേസ് പറയുന്നതിന് മുമ്പ് നമുക്ക് എന്താണ് ഒരു ഒപ്റ്റിക്കൽ ഫൈബർ എന്ന് നോക്കാം. ഓക്കെ. ഒപ്റ്റിക്കൽ ഫൈബർ എന്ന് പറയുമ്പോൾ മെയ്ഡ് ഓഫ് ഡൈഇലക്ട്രിക്, ഒരു ട്രാൻസ്പെറന്റ് ഡൈഇലക്ട്രിക് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിന്റെ പേര് സിലിക്കൺ ഡയോക്സൈഡ്, ഗ്ലാസ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക്. ഓക്കെ. ദിസ് ഇസ് ദ ഫിഗർ ഓഫ് ഒപ്റ്റിക്കൽ ഫൈബർ. ഇതിന് നമുക്ക് മനസ്സിലാവും ഒപ്റ്റിക്കൽ ഫൈബറിൽ മെയിൻ 2 സംഭവങ്ങളുണ്ട്: കോർ ആൻഡ് ക്ലാഡിംഗ്. ദിസ് ഇസ് ദ കോർ ആൻഡ് ദിസ് ഇസ് ദ ക്ലാഡിംഗ്. ഓക്കെ. ദിസ് ഇസ് കോർ ആൻഡ് ക്ലാഡിംഗ്. ഈ കോർ എന്ന് പറഞ്ഞാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഹൈ ആവും. അപ്പോൾ ഈ ഫൈബർ ഒപ്റ്റിക് കമ്മ്യൂണിക്കേഷനിൽ വരുന്ന കുറച്ച് പാരാമീറ്ററിൽ വരുന്ന വേറൊരു പാരാമീറ്റർ ആണ് എന്തറിയാം, നമ്മുടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പറഞ്ഞാൽ ഒന്നുമല്ല, അത് നമ്മുടെ ലൈറ്റ് എങ്ങനെയാണ്, ഇറ്റ് ഇസ് ദ മെഷർ ഓഫ് ബെൻഡിങ് ഓഫ് ലൈറ്റ് വെൻ പാസസ് ഫ്രം ഓൺ മീഡിയം ടു അനദർ മീഡിയം. ഒരു മീഡിയത്തിൽ നിന്ന് വേറൊരു മീഡിയത്തിലൂടെ ലൈറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ബെൻഡിങ്ങിനെ കുറിച്ച് പറയുന്നതാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അല്ലെങ്കിൽ റേഷ്യോ ഓഫ് വെലോസിറ്റി ഓഫ് ലൈറ്റ് റേ ഇൻ ആൻ എംപ്റ്റി സ്പേസ് ടു ദ വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ എ സബ്സ്റ്റൻസ്. ഒരു റേ ഒരു എംപ്റ്റി സ്പേസിലൂടെ പോകുന്ന വെലോസിറ്റി ഡിവൈഡഡ് ബൈ വേറൊരു മീഡിയത്തിലൂടെ പോകുന്ന വെലോസിറ്റി. അപ്പോൾ ഓരോ മീഡിയത്തിനും ഓരോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉണ്ട്. ഓക്കെ. ഡിഫറെന്റ് മീഡിയത്തിന് ഡിഫറെന്റ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉണ്ട്. ഓരോ മീഡിയത്തിനനുസരിച്ച് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടും. അപ്പൊ ഈ കോറിലൂടെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. കോറിനാണ് ഹയർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ദാൻ ക്ലാഡിംഗ്. ഈ ക്ലാഡിങ്ങിനെ കമ്പയർ ചെയ്യുമ്പോൾ കോറിനാണ് ഹയർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. സെൻട്രൽ കോറിന്റെ ഡയമീറ്റർ 50 മൈക്രോമീറ്റർ ആണ്. ക്ലാഡിങ്ങിന്റെ ഡയമീറ്റർ 125 to 200 മൈക്രോമീറ്റർ ആണ്. അതിൽ കോറിനാണ് എന്ത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഹൈ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പറഞ്ഞാൽ നമ്മുടെ വെലോസിറ്റി, അതായത് ലൈറ്റിന്റെ വെലോസിറ്റി ഫ്രീ സ്പേസ് ഡിവൈഡഡ് ബൈ വെലോസിറ്റി ഓഫ് മീഡിയ. ആ മീഡിയത്തിലൂടെ, അതായത് മെയിൻ ആയിട്ട് ആ മീഡിയത്തിലൂടെ ആ ലൈറ്റ് പോകാനുള്ള അതിന്റെ ആ എബിലിറ്റിനെയാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പറയുന്നത്. പിന്നെ ദ ക്ലാഡിംഗ് ഇസ് എൻക്ലോസ്ഡ് ബൈ എ പോളിയൂറിത്തൈൻ ഷീറ്റ്. ഇപ്പൊ ഒരു പോളിയൂറിത്തൈൻ ഷീറ്റ് വെച്ചിട്ട് ഈ ക്ലാഡിങ് കവർ ചെയ്യും. ഈ കോറ് ക്ലാഡിങ്, അതിന്റെ മുന്നേ ഒരു ഔട്ടർ ജാക്കറ്റ് ഉണ്ട്. ഈ ജാക്കറ്റ് എന്തിനാന്ന് വെച്ചാൽ ഇലക്ട്രിക്കൽ ഡിസ്റ്റർബൻസിൽ നിന്നും അതുപോലെ തന്നെ ഇതിന്റെ ഡാമേജിൽ നിന്നും, ക്രാക്ക് ഡാമേജ് അങ്ങനെ എല്ലാത്തിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യാനും വേണ്ടിയാണ് ഈ ഔട്ടർ ജാക്കറ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. പ്രൊട്ടക്ഷൻ ഫ്രം ഔട്ടർ ഡിസ്റ്റർബൻസസ് വരുന്ന പ്രൊട്ടക്ഷന് വേണ്ടിയാണ് ഈ ഔട്ടർ ജാക്കറ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് കോറും ക്ലാഡിങ് എന്താണെന്ന് മനസ്സിലായി. ഇതൊക്കെ നമ്മൾ നോർമൽ പണ്ട് പഠിച്ചതാണ് ചെറിയ ക്ലാസ്സിൽ. കോർ എന്ന് പറഞ്ഞാൽ അതിന്റെ ഇന്നർ മീഡിയം, അതായത് ലൈറ്റ് പാസ് ചെയ്യുന്ന മീഡിയം, അത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഹയർ ആണ്. ക്ലാഡിംഗ് എന്ന് പറയുമ്പോൾ അതിനെ കവർ ചെയ്തിട്ട് അതിന് സറൗണ്ടിങ് ആയിട്ടുള്ളതാണ് ക്ലാഡിംഗ്. അപ്പൊ അതാണ് ക്ലാഡിങ്ങിന് കോറിനെ സംബന്ധിച്ചിടത്തോളം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറവ്. നെക്സ്റ്റ് നമുക്ക് ഇതിൽ പറയുമ്പോൾ മെയിൻ ആയിട്ട് പറയുമ്പോൾ എന്താണ് റിഫ്രാക്റ്റഡ് റേ, എന്താണ് റിഫ്ലക്റ്റഡ് റേ, എന്താണ് ഇൻസിഡന്റ് ആംഗിൾ, എന്താണ് റിഫ്രാക്റ്റഡ് ആംഗിൾ, ജസ്റ്റ് ഒരു ഗ്ലാൻസ് വെച്ചിട്ട് പറയാം. ഓക്കെ.
ഇത് ഡെൻസർ മീഡിയം, റയറർ മീഡിയം പറഞ്ഞല്ലോ. ഈ ഡെൻസർ മീഡിയം എന്ന് പറഞ്ഞാലാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലുള്ള മീഡിയം, റയറർ മീഡിയം ആണ് ഡിഫറൻസ് ഇൻഡെക്സ് കുറവുള്ള മീഡിയം. ഓക്കെ, ഇവിടെ ഡെൻസർ പറഞ്ഞാൽ കോർ ആണ്, റയർ പറഞ്ഞാൽ ക്ലാഡിംഗ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഇൻസിഡന്റ് ലൈറ്റ്, അതായത് നമ്മൾ ലൈറ്റ് ഈ എന്താ ഫൈബറിലൂടെ മൂവ് ചെയ്യാണ്. അപ്പോൾ ഒരു ഇൻസിഡന്റ് ലൈറ്റ് നമ്മുടെ ഫൈബറിലോട്ട് വന്നു, ഓക്കെ, സ്ട്രൈക്ക് ചെയ്തു, എന്നിട്ട് അത് റിഫ്ലാക്ട് ചെയ്തു പോയി വിചാരിച്ചു, അതായത് ക്ലാഡിങ്ങിലോട്ട് മൂവ് ചെയ്തു. ഓക്കെ, ഇതാണ് റിഫ്രാക്റ്റഡ് റേ, ഇൻസിഡന്റ് റേ. റിഫ്രാക്റ്റഡ് റേ എന്ന് പറഞ്ഞാൽ ബെൻഡിങ് ഓഫ് ലൈറ്റ് ഫ്രം വൺ മീഡിയം ടു അനദർ മീഡിയം. ഒരു അതായത് ചേഞ്ച് ഓഫ് അങ്ങനെ റിഫ്ലക്ഷൻ റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ദ ഡയറക്ഷൻ ഓഫ് വേവ് ആസ് ദേ പാസസ് ഫ്രം വൺ മീഡിയം ടു അനദർ. ഈ ഡയറക്ഷൻ ഓഫ് വേവിന്റെ അല്ലെങ്കിൽ ഈ ഡയറക്ഷൻ ഓഫ് റേന്റെ ചേഞ്ച് ദെൻ ഇറ്റ് പാസസ് വൺ മീഡിയം ടു അനദർ. ഒരു മീഡിയത്തിൽ നിന്ന് വേറെ മീഡിയത്തിലോട്ട് പോകുമ്പോൾ അതിന് റിഫ്രാക്റ്റഡ് റേ എന്ന് പറയാം. ഒരു മീഡിയത്തിൽ നിന്ന് സെയിം മീഡിയത്തിൽ തന്നെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യണതിനാണ് എന്ത് പറയാം, റിഫ്ലക്റ്റഡ് റേ. ഓക്കെ, ഇതാണ് റിഫ്രാക്റ്റഡ് റേ, റിഫ്ലക്റ്റഡ്. ഒരു മീഡിയത്തിൽ വേറെ മീഡിയത്തിൽ പോകുമ്പോൾ റിഫ്രാക്റ്റഡ് റേ, ഒരു മീഡിയത്തിൽ നിന്ന് സെയിം മീഡിയത്തിലോട്ട് തന്നെ റേന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നതിനാണ് റിഫ്ലക്റ്റഡ് റേ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് ഇൻസിഡന്റ് റേ, റിഫ്രാക്റ്റഡ് റേ. ഓക്കെ, ഇപ്പൊ ഈ ഇൻസിഡന്റ് റേ ഡെൻസർ മീഡിയത്തിൽ നിന്ന് റയറർ മീഡിയത്തിലോട്ട് പോകും. ഓക്കെ, ഈ ഡെൻസർ മീഡിയത്തിൽ നിന്ന് ഇൻസിഡന്റ് റേ വന്നിട്ട് റയറർ മീഡിയത്തിലോട്ട് പോകുമ്പോൾ ഡിഫറെന്റ് രീതിയിലാണ് പോവുക. അപ്പോൾ ഇതാണ് വാട്ട് ഇസ് ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറഞ്ഞു. ക്രിട്ടിക്കൽ ആംഗിൾ എന്നുള്ള ഒരു ഇമ്പോർട്ടന്റ് മെഷർമെന്റ് ആണ് എന്തിന്റെ, ഫൈബർ ഒപ്റ്റിക്സിലെ. ഓക്കെ, അപ്പോൾ ദിസ് ഇൻസിഡന്റ് റേ ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ വാട്ട് ഇസ് ക്രിട്ടിക്കൽ ആംഗിൾ? ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയുമ്പോൾ ദ ഇൻസിഡന്റ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അറ്റ് വിച്ച് the refracted ray will propagate parallel to the interface of the two media. Angle of incidence, അതായത് ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ഈ ഇൻസിഡന്റ് എന്ന ആംഗിൾ when the refract ചെയ്ത റേ രണ്ട് മീഡിയത്തിലൂടെയും ഇന്റർഫേസ് ചെയ്തിട്ട്, അതായത് പാരലൽ ആയിട്ട് ഇതിലൂടെ ഇന്റർഫേസ് ചെയ്ത് പോകുമ്പോൾ ഉണ്ടാകുന്ന ഇൻസിഡന്റ് റേ ആണ് ക്രിട്ടിക്കൽ ആംഗിൾ. ദിസ് ഇസ് ദ ക്രിട്ടിക്കൽ ആംഗിൾ when the refracted ray moves along the boundary of the two media. രണ്ട് മീഡിയന്റെ ബൗണ്ടറിയിലൂടെ പോകുമ്പോൾ വരുന്ന ഇൻസിഡന്റ് റേ ആണ് ക്രിട്ടിക്കൽ ആംഗിൾ. ഓക്കെ, അപ്പോ ഈ ഇൻസിഡന്റ് റേ ക്രിട്ടിക്കൽ ആംഗിളിലേറെ കൂടി എന്താ സംഭവിക്കുക? ഇൻസിഡന്റ് റേ ഇതാണ് ഇൻസിഡന്റ് റേ, ഇതാണ് ക്രിട്ടിക്കൽ. ഈ ഇൻസിഡന്റ് റേ ക്രിട്ടിക്കൽ ആംഗിളിലേറെ കൂടിയാൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ, ക്രിട്ടിക്കൽ ആംഗിളിലേറെ കൂടിയാൽ അത് റിഫ്ലക്റ്റഡ് ചെയ്യും. ഓക്കെ, റിഫ്ലക്ഷൻ സംഭവിക്കും. ഓക്കെ, സോ ഒപ്റ്റിക്കൽ ഫൈബറിലുള്ള പ്രിൻസിപ്പിൾ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ യൂസ് ചെയ്തിട്ടാണ് ഈ ഒപ്റ്റിക്കൽ ഫൈബറിലൂടെ ലൈറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഒപ്റ്റിക്കൽ ഫൈബറിലൂടെ ലൈറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ബൈ യൂസിങ് ദ പ്രിൻസിപ്പിൾ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ ഇൻസിഡന്റ് ലൈറ്റ് വിൽ ബി ഗ്രേറ്റർ ദാൻ, when the angle of incidence is greater than the critical angle, the ray will totally reflected back to the original medium. Okay, as shown the figure il kanalo, this property of light is known as internal reflection and the principle of reflection is called total internal reflection. Okay, അതായത് ഇൻസിഡന്റ് ലൈറ്റ് ക്രിട്ടിക്കൽ ആംഗിളിലേറെ കൂടുതലാണെങ്കിൽ ആ റേ റിഫ്ലക്റ്റഡ് ബാക്ക് ടു ദ സെയിം മീഡിയത്തിൽ തന്നെ റിഫ്ലക്ട് ചെയ്യും. അങ്ങനെ റിഫ്ലക്ട് ചെയ്ത് പോകുന്നതാണ് എന്ത് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ് ലൈറ്റ് പ്രൊപ്പഗേഷൻ. ലൈറ്റ് നമ്മുടെ ഒപ്റ്റിക്കൽ ഫൈബറിലൂടെ പ്രൊപ്പഗേറ്റ് ചെയ്യാനുള്ള പ്രിൻസിപ്പിൾ. ഓക്കെ, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. ഓക്കെ, നമ്മൾ പറഞ്ഞു റേ തിയറി പറഞ്ഞു. 3 ടൈപ്പ് റേ ഉണ്ട്, മെറീഡിയൻ റേ, സ്ക്യൂ റേ ആൻഡ് ആക്സിയൽ റേ. ഈ റേന്റെ മൂവ്മെന്റിനനുസരിച്ചാണ് പറയുന്നത്. ഇതാണ് ഫസ്റ്റ് വൺ ആണ് സ്ക്യൂ റേ. ഓക്കെ, സ്ക്യൂ റേയിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, സ്ക്യൂ റേ നെവർ പാസ് ടു ദ സെന്റർ ഓഫ് ദ കോർ. ഇത് സെന്റർ ഓഫ് ദ കോറിലൂടെ പാസ് ചെയ്യുന്നില്ല. ഇത് നമുക്ക് ഇങ്ങനെ കണ്ടാറേ, ഇങ്ങനെ ബെൻഡ് ചെയ്ത് പോവാണ്. അപ്പൊ നമ്മൾ ഈ ഒരു എൻഡ് വ്യൂ നോക്കിയിട്ടാണ് പറയുന്നത്. എൻഡ് വ്യൂ കണ്ടോ, ഇതിങ്ങനെ തട്ടി പോവുക ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത് എന്ത് പോകുന്നില്ല, സെന്ററിലൂടെ പാസ് ചെയ്യുന്നില്ല. എന്ത്, സ്ക്യൂ റേസ്. ഓക്കെ, then meridian rays passes through the center of the core and is then reflected from the parallel surface of core and passes through the center. അതായത് മെറീഡിയണൽ റേസ് കണ്ടോ, ഈ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കുന്നത് മെറീഡിയണൽ റേസിലൂടെയാണ്. അതായത് ഇത് കണ്ടോ, റിഫ്ലക്ട് ചെയ്ത് പോകുന്നു. അപ്പൊ എൻഡ് വ്യൂ എടുക്കുമ്പോൾ ഇത് എന്തിലൂടെ പാസ് ചെയ്യുന്നുണ്ട്? ഇതാണ് എന്ത്, സെൻട്രൽ കോർ. ഈ സെൻട്രൽ കോറിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സെന്റർ ഓഫ് ദ കോറിന്റെ സെന്ററിലൂടെ പാസ് ചെയ്യുന്നത് മെറീഡിയണൽ റേസ്. തേർഡ് റേ ആണ് എന്ത്, ആക്സിയൽ റേ. ആക്സിയൽ റേ എന്നുമ്പോൾ ഇവിടെ റിഫ്ലക്ഷൻ ഒന്നും നടക്കുന്നില്ല, ബെൻഡിങ് ഓഫ് ലൈറ്റ് നടക്കുന്നില്ല. ഇവിടെ ജസ്റ്റ് റേ സെന്ററിലൂടെ പോവാം. അപ്പോൾ എൻഡ് വ്യൂവിൽ ഒരു പോയിന്റ് ആയിട്ടേ കാണും. സെന്ററിലൂടെ റേ പോകുന്നതിനാണ് ആക്സിയൽ റേ എന്ന് പറയുന്നത്. ഓക്കെ,
സെന്റർ ഓഫ് ദ കോർ. ദെൻ മെറീഡിയണൽ റേസ് ആണ് നമുക്ക് ആവശ്യം. ഈ മെറീഡിയണൽ റേസ് രണ്ട് ടൈപ്പ് ഉണ്ട്, ബൗണ്ട് ആൻഡ് അൺബൗണ്ട് റേസസ്. അൺബൗണ്ട് റേസസും ബൗണ്ടഡ് റേസ്. എന്താണ് ബൗണ്ട് അൺബൗണ്ട്? അതായത് ഒരു റേ കോറിന്റെ അകത്ത് തന്നെ ട്രാൻസ്മിറ്റ് ചെയ്ത്, അതായത് റിഫ്ലക്ട് ചെയ്ത് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടന്നു പോവാണ്, അതാണ് ബൗണ്ടഡ് റേസ്. അതായത് ആ കോറിൽ ബൗണ്ട് ചെയ്തിരിക്കുന്നു. അൺബൗണ്ടഡ് റേസ് പറയുമ്പോൾ കോറിന്ന് പുറത്തു പോയി, അതായത് ക്ലാഡിങ്ങിലോട്ട് പോയെന്നാണ് അൺബൗണ്ടഡ് റേസ്. ഓക്കെ. ബൗണ്ട് റേസ് പ്രൊപ്പഗേറ്റ് ത്രൂ ദ ഫൈബർ ബൈ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ യൂസ് ചെയ്തിട്ട് ബൗണ്ട് റേസ് കോറിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്ത് പോകുന്നു. They remain in the core and propagate along the axis of the fiber. അത് കോറിൽ റിമൈൻ ചെയ്തിട്ട് ഫൈബർ ആക്സിസിലൂടെ, അതായത് ട്രാൻസ്മിറ്റ് ചെയ്ത് പുറത്തെത്തും. ഓക്കെ. ഫൈബറിന്റെ അത് കോറിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്ത് പോകും. അൺബൗണ്ടഡ് റേസ് റിഫ്രാക്റ്റഡ് ഔട്ട് ഓഫ് ദ ഫൈബർ കോർ ഇൻടു ദ ക്ലാഡിംഗ്. അൺബൗണ്ടഡ് റേസ് നമ്മുടെ കോറിന് പുറത്തു പോകും, അതായത് ക്ലാഡിങ്ങിലോട്ട് പോകുന്നു. ലുക്ക്, ഈ ഒരു ഗ്രാഫ് ഉണ്ടാകും, മനസ്സിലാവും. ഇതാണ് ആക്സെപ്റ്റൻസ് കോൺ. ഈ ആക്സെപ്റ്റൻസ് കോൺ പറഞ്ഞാൽ എന്താ അറിയോ? വാട്ട് ഈസ് ആക്സെപ്റ്റൻസ് കോൺ? ആക്സെപ്റ്റൻസ് കോൺ അറിയുമ്പോൾ നമ്മുടെ ഈ റേസ് എല്ലാം ഈ കോറിലൂടെ പോകുന്ന ഈ റേസിനാണ് ആക്സെപ്റ്റൻസ് കോൺ പറയുന്നത്. ആക്സെപ്റ്റൻസ് ആംഗിൾ എന്ന് പറയുമ്പോൾ ഹാഫ് ഓഫ് ദ ആക്സെപ്റ്റൻസ് കോൺ, ആക്സെപ്റ്റൻസ് കോണിന്റെ ആംഗിളിന്റെ ഹാഫ് ഓഫ് ആക്സെപ്റ്റൻസ് കോൺ ആണ് എന്ത്? ആക്സെപ്റ്റൻസ് ആംഗിൾ. ആക്സെപ്റ്റൻസ് ആംഗിൾ is the conical half angle at the air core interface. കോറിന്റെയും എയറിന്റെയും ഉണ്ടോ, ഇതാണ് കോറ്, ഇവിടെയാണ് എയർ. ഈ ഔട്ട്സൈഡ് ദ ഫൈബർ ആണ് എയർ. എയർ കോർ ഇന്റർഫേസിലുള്ള ഹാഫ് ആംഗിളിനെയാണ് നമ്മൾ ആക്സെപ്റ്റൻസ് ആംഗിൾ എന്ന് പറയാം. This is the maximum angle of incident at the air core interface or the ray to be propagated down the fiber. Anyway, entering the fiber greater than, okay. അതായത് നമ്മുടെ ഈ ആക്സെപ്റ്റൻസ് ആംഗിൾ ആണ് മാക്സിമം ആംഗിൾ ദാറ്റ് എൻറ്റർ ദ കോർ. കോറിലൂടെ പ്രൊപ്പഗേറ്റ് ചെയ്ത് അലോങ് ദ കോർ മൂവ് ചെയ്യുന്ന ആംഗിൾ ആണ് എന്ത്? ആക്സെപ്റ്റൻസ് ആംഗിൾ. ഓക്കെ. ഏതെങ്കിലും ഒരു റേ, എനി റേ എൻറ്ററിങ് ദ ഫൈബർ ഗ്രേറ്റർ ദാൻ ആക്സെപ്റ്റൻസ് ആംഗിൾ will not propagate through the fiber and they'll radiate to the cladding. ക്ലാഡിങ്ങിലോട്ട് റേഡിയേറ്റ് ചെയ്ത് പോകും. അതെന്ത് ചെയ്യില്ല? ഫൈബറിലൂടെ പ്രൊപ്പഗേറ്റ് ചെയ്യില്ല. അപ്പോൾ ആക്സെപ്റ്റൻസ് ആംഗിൾ ആണ് മാക്സിമം ആംഗിൾ that the ray passes through the core. ഈ ആക്സെപ്റ്റൻസ് ആംഗിളിന്റെ മുകളിൽ വന്നാൽ എന്തെയില്ല? റേ ഈ കോറിലൂടെ പാസ് ചെയ്യില്ല, അത് ക്ലാഡിങ്ങിലോട്ട് മൂവ് ചെയ്യും. So that is called bounded ray and unbounded ray. Meridional raysle bounded ray ആകുമ്പോൾ കോറിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന റേ അത് ആക്സെപ്റ്റൻസ് ആംഗിളിന്റെ അകത്തായിരിക്കും. അൺബൗണ്ടഡ് റേ ആണ് ആക്സെപ്റ്റൻസ് ആംഗിൾ എബോ ആക്സെപ്റ്റൻസ് ആംഗിൾ ആയിരിക്കും, അത് എന്ത് ചെയ്യും? ക്ലാഡിങ്ങിലോട്ട് മൂവ് ചെയ്യും. ഓക്കെ, that's all for today's class. Then we can make next class. Okay, thank you.